ഹലോ, അസ്സാം വലൈക്കും. മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ ദാ ഇവിടെ ഒരു ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ മുട്ടയുടെ തന്നെ മഞ്ഞക്കരു അങ്ങ് പൊട്ടി, എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ദാ 4 മുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി അതിലാവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ അങ്ങ് മിക്സാക്കാം. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കി ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നല്ലതുപോലെ അങ്ങ് മെൽറ്റായി വരുമ്പോൾ ഈ അടിച്ച് വെച്ചിരുന്ന മുട്ട അതിലോട്ടൊഴിച്ച് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുത്തി പൊരിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോരുത്. ഈ ഒരു പരുവത്തിലിരിക്കണം. ഇനി നമുക്ക് ഇതങ്ങോട്ട് ഇറക്കി മാറ്റി വയ്ക്കാം. വീണ്ടും വേറൊരു പാത്രം വെച്ചൊന്ന് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ബട്ടർ അതിലോട്ടിട്ട് ബട്ടർ നല്ലതുപോലെ അങ്ങ് മെൽറ്റായി വരുമ്പം 12 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദമാവ് ചേർത്ത് കൊടുക്കാം. മൈദമാവ് ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കണേ, അല്ലെങ്കിൽ മാവ് കരിഞ്ഞ് കളറും മാറും, ടേസ്റ്റും മാറിപ്പോവും. ഇനി മാവ് റോസ്റ്റായി വരുന്ന സമയത്ത് ഞാൻ 1/2 കപ്പ് പാലൊഴിച്ച് കൊടുത്ത് നല്ലതുപോലെ അങ്ങ് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിൽ 1 ടേബിൾ സ്പൂൺ ചതച്ച വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുത്തിപ്പൊരിച്ച് വെച്ചിരുന്ന മുട്ട അതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പും എരി ഒക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ എരി പോരാന്ന് തോന്നിയിട്ട് 1 നുള്ള് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഒരു ബൗളിലോട്ട് അങ്ങ് മാറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ എഗ് ബട്ടർ ഗാർലിക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.